ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഞങ്ങൾ അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അച്ഛൻ ശരിക്കും സർപ്രൈസ് ആവും, അത് ഉറപ്പാണ്. അതിലൊരു എന്താ പറയുക, ഒരല്പം പോലും സംശയം വേണ്ട. ആ ഒരു സംഭവമാണ് ഞങ്ങൾ കൊടുക്കാൻ പോണത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാനും അമ്മയും നിഖിൽ ചേട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ, അച്ഛനെ മാത്രമേ ഉള്ളൂ. ചേച്ചി വെക്കേഷനായിട്ട് വീട്ടിൽ പോയിരിക്കുകയാണ് പിള്ളേരൊക്കെ ആയിട്ട്. അപ്പോൾ ഏട്ടനായാലും വർക്കിന് പോയിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ഷോക്കാണ്. ഈ പറഞ്ഞ പോലെ വർത്താനമൊക്കെ പറയാനായിട്ട് പ്രധാനപ്പെട്ട ആളില്ലേ വീട്ടിൽ. കാശുകുട്ടനായാലും കാശുകുട്ടൻ്റെ വീഴ്ചയും കുറുമ്പും അതേപോലെ തന്നെ പാറൂസിൻ്റെ വായിലാക്കൊക്കെ കേൾക്കാണ്ട് ഒരു സുഖമില്ല. അവരെന്നാലും പോയിട്ട് എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ. അപ്പം ഞങ്ങൾ പോസ്റ്റാണ്, ഞങ്ങൾക്ക് വെക്കേഷനൊന്നുമില്ല ഗൈസ്. വീട്ടിലമ്മ ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോയി നിൽക്കാൻ പറ്റില്ല, കാരണം എനിക്കൊരു ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അമ്മാമ്മയ്ക്ക് നോക്കാൻ പറ്റില്ല. അപ്പം അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു ഹെൽപ്പ് ആവുള്ളൂ. അങ്ങനെ ഞാനിവിടെ വീട്ടിൽ പോസ്റ്റാണ്. അപ്പോൾ അവർ വരുന്നതും നാളുകൾ എണ്ണിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അച്ഛൻ്റെ ഫോണൊക്കെ കേടായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ മാറുന്ന വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിഖിൽ ചേട്ടനൊക്കെ ഇവിടെ ആലോചിച്ചപ്പോൾ പറഞ്ഞു, വേണ്ട അച്ഛൻ വേറെ ഫോൺ വാങ്ങിക്കാം, കാരണം അതുമ്പോൾ വീണ്ടും പണിതുകൊണ്ട് വീണ്ടും കേടാവുള്ളൂ. അപ്പോൾ വേറെ ഫോൺ വാങ്ങിക്കുക എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അത് ഇന്നെത്തും. പിന്നെ തന്നെ പോയിട്ട് ഫോൺ വാങ്ങിക്കണം. ഫ്രണ്ടിൻ്റെ അടുത്താണ് ഫോൺ, പഴയ ഫോൺ ശരിയാക്കാൻ കൊടുത്തിട്ടുള്ളത്. അത് എക്സ്ചേഞ്ച് അടിക്കാനാണ് പോണത്. പുതിയ ഫോൺ വാങ്ങിച്ചിട്ട് ഈ ഫോൺ കൊടുക്കുക എന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ അച്ഛനോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയില്ല, വാങ്ങിച്ചു ചെന്ന് നോക്കാം, എന്താ പറയണതെന്ന് നോക്കാം രീതിയിലാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പറയും ശരിയാക്കാൻ പറ്റില്ല എന്ന് പറയും, കുറേ ദിവസം പിടിക്കും, നല്ല ഡിസ്പ്ലേ വരുമ്പോൾ മാറ്റി കിട്ടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അച്ഛനൊന്നും കൂടി നന്നായിട്ടൊന്ന് ഡൗൺ ടു എർത്താക്കി മാറ്റണം, അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ചേച്ചിയൊക്കെ വന്നിട്ട് ഫോൺ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസം പിടിക്കും. അപ്പം അച്ഛന് വന്നപ്പോൾ തന്നെ കൈയോടുകൂടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു, വേഗം ശരിയാക്കിയിട്ട്. കാരണം അച്ഛനും ഈ പറഞ്ഞ ഒരുപാട് കോണ്ടാക്ട്സും കോളും വീഡിയോ കോളും ഫേസ്ബുക്കൊക്കെ, യൂട്യൂബിൽ മറ്റേ മൃദംഗം, മറ്റേ അമ്പലങ്ങളിലെ പാട്ടും അമ്പലങ്ങളിൽ തുള്ളലും നാഗത്തിൻ്റെ പാട്ടൊക്കെ, അച്ഛൻ്റെ താരാട്ട് പാട്ടെന്ന് പറയുന്നത് അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കാൻ അച്ഛന് ഭയങ്കര സെഡായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ ഫോണെത്തും, അതിന് മുന്നായിട്ട് ഫോൺ പോയിട്ട് വാങ്ങിക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ കിടക്കാം. നമ്മളുടെ അച്ഛൻ്റെ ഫോൺ വാങ്ങിക്കാൻ പോവാണ്. സതീഷ് മാമ കട തുറന്നോ നോക്കട്ടെ അമ്മ. ഓക്കെ, അല്ല ഇവിടെ ഇങ്ങനെ രണ്ട് കുറുമ്പന്മാര്, ദൈവമേ ഉദ്ദേശിക്കണേ പോയാലോ നിൽക്കുന്നുണ്ടിന്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ കേടായ ഫോൺ നമ്മൾ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിഖിൽ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും പുതിയ ഫോൺ വാങ്ങിക്കാം, വേറെ ഒന്നല്ല, കുറേ നാളായത് യൂസ് ചെയ്യുന്നത്, പ്ലസ് ഒരുവിധമായിട്ടുണ്ട്. ഇപ്പൊ 2-3 പ്രാവശ്യമായി അതിന്റെ ഡിസ്പ്ലേ ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എക്സ്ചേഞ്ച് അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഫോൺ വാങ്ങിക്കണം. എന്നിട്ട് ഓൾറെഡി നമ്മൾ ഓർഡർ ഇട്ടിട്ടുണ്ട് ഫോൺ. അപ്പൊ അത് ഇന്ന് വരും. അപ്പൊ അച്ഛന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കണം, അതാണ് വിചാരിച്ചിട്ടുണ്ട്. അച്ഛനൊക്കെ സർപ്രൈസ് ആവും. നമ്മള് ചെന്നിട്ട് എന്തെങ്കിലും ദുരന്തം പറയും, ഈ ഫോൺ ശരിയാകില്ല എന്നൊക്കെ പറയും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നേരിട്ട് വരാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച വീട്ടിൽ നിൽക്കാൻ പോയതായിരുന്നു. തിങ്കളാഴ്ച ആയപ്പോഴേക്കും ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത് വേറെ ഒന്നല്ല, അമ്മ ജോലിക്ക് പോകാൻ. അപ്പോൾ ഇവിടെ വന്നിട്ട് സരീഷിൻ്റെ കയ്യിൽ നിന്ന് ഫോണും വാങ്ങിച്ചിട്ട് നേരെ പണിക്കാട്ടി പോകാമെന്ന് വിചാരിച്ചു. ഉമ്മ കൊടുക്ക്, കെട്ടിപ്പിടിക്ക് മാമനെ, കെട്ടിപ്പിടിക്ക്. അയിനോ മാമാ തായോ അല്ലൂസ് മൈനസ് ഇപ്പോൾ കൂട്ടി സംസാരിക്കാൻ തുടങ്ങിയിട്ട് അവർ തന്നെയല്ല, നമ്മളിപ്പോൾ അമ്മയിലായിട്ട് കത്തി എന്നൊക്കെ പറയുമ്പോൾ അത് തിരിച്ചു അതേ രീതിയിൽ അക്ഷരങ്ങളൊക്കെ തിരിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഫോൺ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് നേരെ വീട്ടിൽ പോകാം. അപ്പോൾ ഞാൻ അച്ഛനോട് പറയാൻ വിചാരിച്ചിരിക്കുന്നത്, അച്ഛാ ഈ ഫോൺ ശരിയാവില്ല, കയ്യിൽ വെച്ചോ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഓണാവാൻ നോക്കാം, അല്ലെങ്കിൽ വേറെ നല്ല വില കൂടിയ ഡിസ്പ്ലേ വരുമ്പോൾ മാറ്റിയിടും എന്നൊക്കെയാണ് പറയാൻ വെച്ചിരിക്കുന്നത്. നോർമലി ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്തവർക്ക് അത്യാവശ്യം മാത്രം.
വരൂന്ന് പറഞ്ഞ് നോക്കട്ടെ എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞ കുളത്തിന്റെ അടിക്കാൻ പോണേ പിടക്ക് ഞാൻ പിടിച്ചില്ല കിഴക്കോട്ട് വേണ്ട സ്റ്റാർട്ടിങ് ആണെന്നുണ്ട്. എന്തായാലും ഒരു കുറഞ്ഞ ഫോം വാങ്ങിച്ചിട്ട് കാര്യമില്ല. ഈ പറഞ്ഞാൽ ഈ കുറച്ചാൾ കഴിഞ്ഞ് കംപ്ലൈൻസ് വീണ്ടും വരും. അല്ലൂരണ്ടടി എടുക്കണം അതും കൂടി കേട്ടണേ അച്ഛനാകെ സെഡായിട്ട് അച്ഛനത് നന്നാക്കി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആകെ അച്ഛനെ തളർത്തി കളഞ്ഞു. ഞാൻ ഒന്നാമത് അച്ഛന് മുഖത്ത് നോക്കി സംസാരിച്ചില്ല, എനിക്ക് ചിലപ്പോൾ ചിരി വരും. പിന്നെ അപ്പം അച്ഛന് ഫോൺ അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ ഇന്ന് ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്നെ കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചേച്ചിയും പിള്ളേരൊക്കെ വീട്ടിലാണ്, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് ആണെങ്കിൽ അവരൊക്കെ വന്നിട്ട് കൊടുക്കായിരുന്നു. ഇപ്പം ഇന്ന് തന്നെ അച്ഛന് കൊടുക്കണം. കാരണം അതിൽ അച്ഛന് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്. ഒത്തിരി പേര് അച്ഛന് വീഡിയോ കോൾ ചെയ്യും, അച്ഛൻ വിളിക്കും, അച്ഛന് ഒരുപാട് മെസ്സേജ് അയക്കും, ഫേസ്ബുക്ക് നോക്കും. അങ്ങനെയൊക്കെ ഒരു ഫോൺ അഡിക്റ്റ് ആയിട്ട് ഒരാളാണ് കേട്ടോ. പിന്നെ പുതിയൊരു ഫോൺ വാങ്ങിക്കണമെങ്കിൽ ഒരുപാട് പൈസയാവും. പിന്നെ അതെങ്ങനെ വാങ്ങിക്കുക, അതൊക്കെ ഒരു വിഷമത്തിലിരിക്കുകയാണ് അച്ഛൻ. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം അച്ഛാ, ഇപ്പോൾ കയ്യിൽ തൽക്കാലം വെക്കുക, നമുക്ക് ശരിയാവാൻ നോക്കാം, വില കൂടിയ ഡിസ്പ്ലേ വരുമ്പോൾ അതൊന്നും നമുക്കൊന്ന് മാറ്റി നോക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അച്ഛനപ്പോൾ പിള്ളേരെ കളിപ്പിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ ഭയങ്കര സെഡായി. കാരണം അത് ശരിയാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അമ്മേൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ അതിനനുസരിച്ച് ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇനിയിപ്പോൾ ശരിയാവില്ലല്ലേ, ഇപ്പം ഞാൻ അവിടെ കൊണ്ടെടുത്ത് വയ്ക്കാം, മളന്മാരെ കൊണ്ടെടുത്ത് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇത് ഞാൻ അവർ രണ്ടുപേരും മേയിച്ചു കൊണ്ട് വരാനുണ്ട്. ഇപ്പം നേരെ അങ്ങോട്ട് നമ്മുടെ കിഴക്കേ വഴിക്ക് ഓടിപ്പോവും, ഞങ്ങളോടൊന്നും പറയാണ്ട്. രണ്ടുപേരും, ഒരാൾ മാത്രമായിട്ട് പോവില്ല, ഒരാളെ മുന്നിൽ പോയിട്ട് ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ടും. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര തലവേദനയാണ്. അവിടെ എന്തെങ്കിലും ഇപ്പോൾ വെച്ച് കെട്ടേണ്ടി വരും വേലി പോലെ, അല്ലെങ്കിൽ ഞങ്ങളോട് പറയാണ്ട് ഒറ്റ ഓട്ടത്തിന് അങ്ങോട്ട് പോകും. കാരണം പാമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അച്ഛൻ്റെ ബോറടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ ഫുള്ള് TV കാണലാണ്, ഫോണില്ലാത്തതുകൊണ്ട്. ഇപ്പം ഇവിടെ ആണെങ്കിൽ പുറത്ത് നമ്മുടെ ഗോതമ്പ് ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു, അതൊരു ഇതാക്കിയിട്ടുണ്ട്. ഒരുപാട് കാക്ക തിന്നു, ഒരുപാട് നമ്മുടെ പ്രാവ് തിന്നു. ഇപ്പോൾ നമ്മുടെ അല്ലൂസും അനൂസും കൂടിയിട്ട് പുറത്തേക്ക് വലിച്ചേരുന്നുണ്ട്. അപ്പോൾ നേരെ ചാക്കിലാക്കിയിട്ടുണ്ട്. എല്ലാവരും ചോറ് കഴിപ്പൊക്കെ അങ്ങനെ കഴിച്ച് എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും നിഖിലിച്ചേട്ടനും ഒരുമിച്ച് കഴിച്ചത്. അമ്മ കഴിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, കാരണം അമ്മ ഉച്ചയ്ക്ക് ചിലപ്പോഴൊക്കെ കഴിക്കാറുള്ളൂ. അച്ഛൻ്റെ ബോറടിച്ചിട്ട് ടി വി ഓണാക്കി അച്ഛൻ അപ്പം ഫ്ലാറ്റ് ആവും. അതേപോലെ തന്നെ ഫോൺ ഓണാക്കി കുറച്ച് നേരം കഴിഞ്ഞാൽ അപ്പം അച്ഛൻ ഫ്ലാറ്റ് ആവും. അച്ഛൻ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഉറങ്ങണമെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും അച്ഛൻ ഉറങ്ങും. അതായത് നിന്നുറങ്ങണോ ഇരുന്നുറങ്ങണോ രസം. അതായത് ഒരു തുമ്പക്കടയാണ് കിട്ടിയാൽ അത് നമുക്ക് കിടന്ന് ഉറങ്ങുമെന്ന് അറിയില്ലേ, അതേപോലെ അതിൻ്റെ ഒരു എന്താ പറയുക, അതിന് ബെസ്റ്റ് ഒരു ഉദാഹരണമാണ് അച്ഛൻ കിടന്നുറങ്ങാണ്. അപ്പം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ ഫോൺ എടുത്തിട്ടുള്ളത്. ചേട്ടന് 2 മണിയൊക്കെ ആകുമ്പോൾ വരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു 2:30 സമയമായിട്ടുണ്ട്, കാണുന്നില്ല. അപ്പം അച്ഛൻ ഉറങ്ങി എണീക്കുന്നേക്കാളും മുന്നേ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ചും പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛന് നല്ല രീതിയിലൊരു സർപ്രൈസ് കൊടുക്കാം. അതല്ലെങ്കിൽ അച്ഛൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പുറത്തെ വീട്ടിലെങ്ങാനും ചേട്ടനും കൊണ്ടുപോയിട്ട് വേണം എക്സ്ചേഞ്ചും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ വന്നാൽ മതിയായിരുന്നു. അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യാം, എങ്ങനെയെങ്കിലും സർപ്രൈസൊക്കെ ആയിട്ട് കൊടുക്കാം. കാരണം ഞാൻ അച്ഛനോട് പറഞ്ഞത് അതിന് എന്തായാലും ശരിയാക്കാൻ പറ്റില്ല വെച്ചാൽ കയ്യിൽ വെച്ചോ, എപ്പോഴെങ്കിലും നല്ലൊരു ഡിസ്പ്ലേ വരുമ്പോൾ അത് നോക്കിയിട്ട് കൊടുക്കാം, അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അച്ഛൻ ഭയങ്കര എന്താ പറയുക വിഷമത്തിലിരിക്കുകയാണ്. കുറച്ച് വിഷമിക്കട്ടെ. അങ്ങനെ നമ്മുടെ കൊറിയർ ചേട്ടൻ എത്തിയിട്ടുണ്ട്. ചേട്ടനൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായിട്ട്, പേര് ഞാൻ മറന്നു, കാരണം നമ്മളെ വീട്ടിലേക്ക് കൊറിയർ കൊണ്ടുവന്ന് എല്ലാ കൊറിയർ ടീംസായിട്ട് നമുക്കിപ്പോൾ ഭയങ്കര കമ്പനിയാണ്. അപ്പം അച്ഛൻ അവിടെ നിന്നിട്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനുള്ളൊരു പരിപാടിയാണ്. ചേച്ചിയുടെ വീട്ടിലൊന്ന് പോകണം, അമ്മയുടെ ചേട്ടൻ്റെ മോളെ വീട്ടിലേക്കൊന്ന് പോകണം. അവിടെ പാർക്കിലായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല, ഞാനും നിഖിലും. അപ്പം അങ്ങോട്ടൊന്ന് പോകണം. അപ്പോൾ അതേ അപ്പുറത്തേക്ക് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിരിക്കാട്ടെ, കാരണം അച്ഛനൊരു ഡൗട്ട് തോന്നിയിരുന്നു. കാരണം അച്ഛന് മനസ്സിലാവും ഇതേപോലെ വന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യാനാണ്. കാരണം ഞങ്ങളുടെ ഫോൺ എക്സ്ചേഞ്ച് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അച്ഛനറിയാം. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു നോണ്ട കണ്ടുപിടിക്കണം. ഞാനിപ്പോൾ അതേ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ആ വീട്ടിൽ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞത് അവരെന്തോ വേറെ എന്തോ പ്രൊഡക്റ്റിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എന്തോ ഒരു പഴയൊരു ഹെഡ്സെറ്റൊക്കെ ഉണ്ടായിരുന്നു, അത് എക്സ്ചേഞ്ച് ചെയ്ത് എന്തെങ്കിലും കിട്ടും, അങ്ങനെയൊക്കെ അച്ഛനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെക്കന്മാരുണ്ട് റെഡി ആയിരിക്കുകയാണ് ടാറ്റ് പോകാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാണ്, ഇപ്പോൾ തല്ലുകളിയാണ്. ഒരാളെ തല്ലിയിട്ട് മറ്റാൾ ഓടും, അപ്പോൾ അയാളെ തല്ലാൻ വേണ്ടിയിട്ട് ഇയാൾ വരും. പിന്നെ ലാസ്റ്റ് അതെന്താ പറയുക, ഭയങ്കര കൂട്ടത്തല്ലിൽ അവസാനിക്കും. അപ്പോൾ അവർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ ചായ കുടിച്ചു ഗൈസ്. പിന്നെ ഈ ഒരു ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം.
ചേട്ടൻ ഓൺലൈനിൽ നിന്ന് എടുത്തുന്നതാണ്. അപ്പം എന്താ ഫോൺ ഇതാണ് നമ്മുടെ ഫോൺ. ഇതാണ് ഫോൺ, സാംസങ് ആണ്. അപ്പോൾ ചേട്ടൻ എന്താ പറയുക വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പൊട്ടിക്കുകയാണ്. ഏട്ടൻ പണിക്ക് പോയിരിക്കുകയാണ്, ഏട്ടൻ എത്തിയിട്ടില്ല കേട്ടോ. പിന്നെ എന്താ ചേച്ചിയും പിള്ളേരൊക്കെ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലാണ്. അമ്മയാണെങ്കിൽ സാരി എടുത്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് നേരെ പൊട്ടിച്ചിട്ട് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം, എന്തെങ്കിലും ഒരു സർപ്രൈസ് ആക്കി കൊടുക്കണം. ഡയറക്റ്റ് കൊണ്ട് കൊടുക്കണേക്കാളും എന്തെങ്കിലും വല്ല കാറിൽ എങ്ങാനും വെച്ചിട്ട് എൻ്റെ കൊറിയർ എങ്ങാനും എടുക്കാൻ പറയാം. അച്ഛാ ആ കൊറിയർ ഒന്ന് എടുത്തതെന്ന് പറയുമ്പോൾ അച്ഛൻ എന്തായാലും മനസ്സിലാവും ഫോണാണല്ലോ, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അങ്ങനെ എന്താ പറയുക സർപ്രൈസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അച്ഛൻ ഇവിടെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇവരെന്താ ഡിസ്കസ് ചെയ്യണേന്ന്. അപ്പം ഞാനത് നിഖിലൊരു പഴയ സാധനം എക്സ്ചേഞ്ച് ചെയ്യാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛനൊരു അതെ അല്ലേ. അപ്പോൾ അച്ഛൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. രാത്രി ആകുമ്പോൾ അച്ഛൻ്റെ ഫോണിലായിട്ട് അമ്മയും കാണാറ്. അമ്മയുടെ ഫോണും ഈ പറഞ്ഞ പോലെ കേടായിട്ട് ഡിസ്പ്ലേ മാറ്റി വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് വീണ്ടും അത് നാശമായി. അച്ഛൻ്റെ നാശമായപ്പോഴും അമ്മയ്ക്ക് വൈകുന്നേരം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സീരിയലും സംഭവങ്ങളൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. എന്തായാലും അമ്മയുടെ ഫോണും കൂടി ഒന്ന് സെറ്റ് ആക്കണം, അത് പതിയെ ചെയ്യണം. അച്ഛനായിരുന്നു ഒരു അത്യാവശ്യ ഘടകമായിരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളിത് പുറത്തിറങ്ങി നിൽക്കുകയാണ്, പോകാൻ റെഡി ആയിട്ട് പിള്ളേർക്ക് ഷൂസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറിയർ ഉണ്ട് കാറിലേക്ക് ഒന്ന് ഫോട്ടോ എടുക്കണം, ഒന്ന് പോയി എടുത്തിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ട്. ഇതർക്ക് പൊട്ടിക്ക് അതെ അച്ഛനാണ് അച്ഛനാണ്. ഒരു കാര്യം അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിട്ട്, അച്ഛൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു ഫോൺ കേടായപ്പോൾ. അത് ശരിയായില്ലെങ്കിൽ അച്ഛൻ്റെതായ കുറേ കോണ്ടാക്റ്റുകൾ, കോൾ വിളിക്കാൻ പറ്റില്ല. അച്ഛൻ എപ്പോഴും ഇങ്ങനെ കോളുകളൊക്കെ വരും, അച്ഛൻ്റെ ഫ്രണ്ട്സ് വിളിക്കണമെങ്കിൽ അച്ഛനിങ്ങനെ എന്തെങ്കിലും ആവശ്യം, ഇപ്പോൾ അമ്പലത്തിലായാലും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ആയാലും അച്ഛൻ്റെ കാതിൽ എപ്പോഴും ഫോൺ ഉണ്ടാവുകൊണ്ട് ആൾക്ക് ഫോണില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ല, നമുക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ ഭയങ്കര പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് എന്താ പറയുക ഫോൺ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും അച്ഛൻ്റെ സന്തോഷം കൊണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷമായി. അപ്പോഴേക്കും ചേട്ടൻ പണി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ കുഞ്ഞാവായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, കുഞ്ഞാവുണ്ട് ഇപ്പോൾ വെക്കേഷനായിട്ട് അവൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അച്ഛൻ ഹാപ്പി കണ്ടു നിന്നാൽ ഞങ്ങളും വളരെ ഹാപ്പി. അപ്പോൾ ഫോണിൻ്റെ കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത് മീൻസ് എന്തോ ഇതിൻ്റെ കവർ തന്നെ പറഞ്ഞ് വാങ്ങിച്ചതാണ്, പക്ഷേങ്കിലും പാകമായിരുന്നില്ല. അച്ഛനിങ്ങനെ എല്ലാവരും വിളിച്ച് കാണിക്കുന്നുണ്ട്, എൻ്റെ പൊന്നേ ഫോൺ കിട്ടി എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫോൺ കവർ ഇട്ട് നോക്കിയപ്പോൾ പാകമാകത്തോണ്ട് അച്ഛൻ പറഞ്ഞു, അയ്യോ കവർ പാകമാവില്ല, പിള്ളേർക്ക് ആർക്കും ഞാനിത് കൊടുക്കില്ല, ഈ പിള്ളേർക്ക് കളിക്കാൻ കൊടുത്തിട്ടുണ്ട്, താഴത്തിട്ടുണ്ട് ചീത്തായ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേഗം തന്നെ കവർ ഇടണം, എനിക്ക് മറ്റേ മൂടണ പോലത്തെ കവർ വേണം, കാരണം ഇങ്ങനെ ഡിസ്പ്ലേമിൽ ഇങ്ങനെ കവർ ചെയ്യണ പോലത്തെ ഒരു പണ്ടത്തെ കവർ ഉണ്ടാവില്ലേ, അത് വേണം. ഇത് വേണ്ട, ബാക്കിൽ മാത്രമേ പ്രൊട്ടക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിട്ട്. നീൽച്ചേട്ടനാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കൊടുത്തത്. നമ്മുടെ നീൽച്ചേട്ടൻ പണ്ട് മൊബൈൽ ഷോപ്പിലും അതേപോലെ തന്നെ ഒരു മൊബൈൽ മെക്കാനിക്കും കൂടി ആയിരുന്നു നീൽച്ചേട്ടൻ. ജിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവിധ എന്താ പറയുക മെക്കാനിസങ്ങളും മൂപ്പർക്ക് അറിയാം. ഗൈസ്, എൻ്റെ ഈ ഒരു ചുരിദാർ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? കുറേ പേര് പറഞ്ഞ് ഇഷ്ടമായിട്ടുണ്ടെന്ന്. എൻ്റെ ഒരു ക്രെഡിറ്റ് ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇതെനിക്ക് നീൽച്ചേട്ടൻ എടുത്തതാണ്, അതായത് എന്നോട് പോലും അഭിപ്രായം ചോദിക്കാതെ സ്വന്തമായി എടുത്തതാണ്. അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോഴും പുറത്ത് പോയി വാങ്ങിക്കുമ്പോഴായാലും എന്നോട് ചോദിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ഇത് എനിക്ക് ഇഷ്ടമാവും എന്നുള്ള ഉറപ്പിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് പാർക്കിൽ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അവിടുത്തെ നല്ലൊരു വീടിട്ടാൽ എല്ലാതും നന്നായി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് ആണെങ്കിൽ അടിപൊളിയാണ്. വന്ന അപ്പോൾ തന്നെ അല്ലൂസ് അവിടുത്തെ ചേച്ചിയായിട്ട് മാളൂട്ടീനായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മാളൂട്ടി ചോന്നുകൊണ്ട് നടക്കുകയാണ് പിള്ളേർ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പാറുവിൻ്റെ പിന്നാലെ ഇങ്ങനെ എല്ലാ കാര്യം നോക്കി നടന്നോളൂ. ഇത് അവിടുത്തെ മിററാണ് കേട്ടോ, വാഷ് ബേസിൻ്റെ അവിടുത്തെ മിററാണ്. ഞാൻ ബ്യൂട്ടി പാർലറിൽ മാത്രമേ ഇങ്ങനത്തെ മിറർ കണ്ടിട്ടുള്ളൂ. അതായത് ഇങ്ങനെ അതുമ്പോൾ തന്നെ സ്വിച്ച് വെച്ചിട്ടുള്ള സംഭവം. നല്ല രസമുണ്ട്, വാമ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകളൊക്കെ ആയിട്ട് നല്ല രസത്തിൻ്റെ അവിടുത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്താൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഭംഗിയൊക്കെ നോക്കി, എൻ്റെ ചുരിദാറിൻ്റെ ഭംഗിയൊക്കെ നോക്കി. അപ്പോൾ ഇതിൻ്റെ പാൻറ്റും അതേപോലെ തന്നെ ബോട്ടം
ടോപ്പൊക്കെ റെഡിമെയ്ഡ് ആട്ടോ. അപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു ഡ്രസ്സ്, പക്ഷെ എന്നാലും അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കൊതി കൊണ്ട് ഞാൻ നേരെ എടുത്തിട്ടു ഷേപ്പും ചെയ്യിക്കണമെന്ന്. എന്നിട്ട് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു. നമ്മുടെ അല്ലൂസ് അവിടുത്തെ ചേച്ചിനായിട്ട് കളിച്ചുകൊണ്ടിരിക്കണം. അല്ലൂസാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഒന്ന് എണീറ്റിട്ട് ഒന്ന് സെറ്റായി വരണേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു കോലുമിഠായിയൊക്കെ കിട്ടി. പിന്നെ ക്രിസ്മസിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് കൊടുത്തിട്ട് പിള്ളേർക്ക് കൊടുക്കട്ടെ. അവർ കേക്ക് ചിലപ്പോൾ കഴിച്ചോടും. അധികം ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇടുന്ന ടൂട്ടി ഫ്രൂട്ടി എന്നല്ല പറയാം തന്നെ അതിടുന്നതൊന്നും ഇഷ്ടമല്ല, എപ്പോഴും കടിക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതായിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ വരുന്ന വഴിക്ക് കുറേ സ്റ്റാറുകൾ ഇങ്ങനെ ഓരോ കടയിൽ ഇങ്ങനെ മിന്നണ കണ്ടപ്പോൾ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കണേ കയ്യിൽ കുഞ്ഞ് സ്റ്റാർ വേണം. അപ്പോൾ സ്റ്റാർ എന്നിങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കിളിച്ചാണ് ഒരു കടയിൽ നിർത്തിയിട്ട് കുഞ്ഞ് സ്റ്റാർ വാങ്ങിക്കാൻ കയറിയിരിക്കുകയാണ്, 10 രൂപയുടെ സ്റ്റാർ. അപ്പോൾ അത് നോക്കി ഇവിടെ അച്ഛാ സ്റ്റായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2-3 കുഞ്ഞ് സ്റ്റാറുകൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ പുലിക്കൂട് വെക്കുമ്പോഴായാലും അവിടെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ മടക്കിയിട്ടല്ല കിട്ടുക, അപ്പോൾ അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു സാവകാശം കൂടിയും കൊടുക്കണില്ല. ഇവിടെ സ്റ്റൈ എന്ന് തന്നെ എന്നെ വായ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയിനൂസിനായിരുന്നു അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. അപ്പോൾ അയിന് കിടന്ന് കാരണം ഇട്ടിട്ട് ഇങ്ങനെ ബാക്കിൽ വെറുതെ കോറച്ച് പാടിക്കൊണ്ടിരിക്കുകയായിട്ട് അല്ലൂട്ട്. അതേ ശരിയാക്കി ഇത് രണ്ടുപേരെ കയ്യിൽ കൊടുക്കുമ്പോൾ സന്തോഷം കണ്ടോ. രണ്ടെണ്ണം ശരിയാക്ക്, ഒരുമിച്ച് ശരിയാക്കിട്ട് കൊടുക്ക്. സ്റ്റാർ കയ്യിൽ കിട്ടിയതിനൊരു ആഹ്ലാദ പ്രകടനം വേണമെന്നുള്ള കണ്ടോട്ടെ. അതായത് അത്രയും കൊതിച്ചിരിക്കുകയായിരുന്നു. അച്ഛൻ എന്നെ ശരിയാക്കണം വരെ ഇങ്ങനെ അച്ഛാ സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര സന്തോഷമായി. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിൽ രണ്ടുപേരും മുഖത്തുണ്ടത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അച്ഛന് ഒരുപാട് സന്തോഷമായിട്ട് ആ കയ്യിൽ സാധനം കിട്ടിയിട്ട് പിന്നെ താഴത്തേക്ക് വെച്ചിട്ടില്ല ഗൈസ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കുട്ടിയേറ്റം സ്പെഷ്യലായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളോട് ഒത്തിരി പേര് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടിയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം. ശരിയാണ്. പക്ഷേങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ സ്വന്തം വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോഴും അവിടുത്തെ വിശേഷങ്ങളും നിങ്ങൾ അറിയണ്ടേ. അതായത് ഞങ്ങൾ 4 പേര്, ഞങ്ങൾ 6 പേരല്ലാതെ നമ്മുടെ വീട്ടുകാരുണ്ട്. അവരുടെ വിശേഷങ്ങൾ അറിയണം. നമ്മുടെ വീടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെയൊക്കെ പോകുമ്പോൾ വീഡിയോസ് എടുക്കുന്നത്. അതേപോലെ തന്നെ എനിക്കൊരു ഒരുപാട് കസിൻസ് ഉണ്ട്. അഞ്ചു ചേച്ചിക്ക് ഒരുപാട് കസിൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുന്നതും ആ കാര്യങ്ങളും നിങ്ങൾ അറിയണം. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരാൾക്ക് എനിക്ക് മെസ്സേജ് വൈബില്ല പഴയ വീഡിയോസിന് എല്ലാവരും കൂടിയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടം. ശരിയാണ് കേട്ടോ, ഞങ്ങൾക്കും അതുതന്നെയാണ് ഇഷ്ടം. പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ് എടുക്കും. കാരണം നമ്മുടെ എന്താ പറയുക, നമ്മൾ വീഡിയോസ് ഇടണ്ടേ, ചാനലിൽ വീഡിയോസ് പോകണ്ടേ ഗൈസ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നല്ല നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും വരും. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.